ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനുറാം. നിങ്ങൾക്കും ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം. അതിനായി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് ഓഫ് മീഡിയ. ഹായ് ഫ്രണ്ട്സ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാം മലയാളത്തിൽ എന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ 6ാമത്തെ ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ഫോട്ടോയെ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, അതായത് പൂപ്പൽ പിടിച്ച ഫോട്ടോകൾ, അതുപോലെയൊക്കെയുള്ള പഴയ ഫോട്ടോകൾ എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഫോട്ടോഷോപ്പിലെ കുറച്ച് ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ടൂൾ ബാറിൽ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, പാച്ച് ടൂൾ, കണ്ടന്റ് അവെയർ മൂവ് ടൂൾ, ഇത്രയും ടൂൾസ് വെച്ചിട്ടാണ് നമ്മളിതിനെ റീസ്റ്റോർ ചെയ്യുന്നത്. അതായത് ഈ പാടുകളൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ആദ്യമേ നമ്മൾ പരിചയപ്പെടുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ആണ്. ഇതൊരു ബ്രഷ് ടൂളാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രഷിൻ്റെ ടൈപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടി മുകളിലത്തെ സ്ക്രീനിലുണ്ടാവും. ടോപ്പിൽ അവിടെ നമുക്ക് ബ്രഷിൻ്റെ സൈസുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഹാർഡ്നെസ്, സ്പേസിങ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ സൈസ് കൂട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ്, ബ്രഷിൻ്റെ സൈസ് കൂടും. നമുക്ക് ഇത്തിരി സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സൈസ് കുറച്ച് കിട്ടും. അതുപോലെ തന്നെ ഹാർഡ്നെസ്, ബ്രഷിൻ്റെ ഇപ്പം ഹാർഡ്നെസ് കൂടിയാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു റൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നന്നായി സൂം ചെയ്തതിന് ശേഷം മാത്രമേ റീസ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. കാരണം നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോയുടെയും താഴെ പഴയ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഉണ്ടാവും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് കാണുക. ഓക്കെ, നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ടൂൾസുകൾ വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഴയ വീഡിയോ ഉറപ്പായും കാണുക. അതിനുശേഷം നമ്മൾ സ്പോട്ട് ഹീലിംഗ് എടുത്തു. അതിൻ്റെ ഒരു ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ബ്രഷിൻ്റെ സൈസ്, സ്പേസിങ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഹാർഡ്നെസ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരോ പാടുകളൊക്കെ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഫേസിലുള്ള ചെറിയ മുഖക്കുരുകൾ, അങ്ങനെയൊക്കെ ചെറിയ പാടുകൾ, അതൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് സ്പോട്ട് ഹീലിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇതുപോലെ കളയാൻ പറ്റും. ഓക്കെ, ഹാർഡ്നെസ് കൊടുത്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ഒരു ബ്രഷാണ്. അതിനും സൈസ്, ഹാർഡ്നെസ്, സ്പേസിങ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് ഹാർഡ്നെസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ഒരു റൗണ്ട് പോലെ തന്നെ നമുക്ക് ആ ബ്രഷിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല. ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു റൗണ്ട് പോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടി. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് പകരം നമ്മൾ അതിൻ്റെ ഹാർഡ്നെസ് കുറച്ചിടുക. ഹാർഡ്നെസ് കുറയ്ക്കുമ്പോൾ അതൊരു സ്മൂത്തായ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് ഹീലിംഗ് ബ്രഷ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വേണ്ട ഭാഗം, അതായത് നമ്മൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇങ്ങോട്ട് വേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക. കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മൗസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ അവിടെ വരും. അതിനുശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആൾട്ട് റിലീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, നമ്മുടെ ആ മൗസ് പോയിന്റിന്റെ കൂടെ ഞാൻ ആ സെലക്ട് ചെയ്ത ഭാഗം നമുക്ക് വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ഇവിടെ ആയിട്ട് വരും. അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ ഒരു ഭാഗം നല്ല പോർഷൻ ആണെങ്കിൽ ഇവിടെ ഓൾട്ട് പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, റിലീസ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ നമ്മളിവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ആ ഒരു പോർഷൻ നമുക്കവിടെ ക്ലിയർ ആയിട്ട് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഓൾട്ട് പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഹീലിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. പാച്ച് ടൂൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് വലിയ രീതിയിലൊക്കെയുള്ള സെലക്ഷനുകൾ, ഇപ്പം ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയെ നമുക്ക് എവിടെയാണോ കൊണ്ടുപോകുന്നത്, അതായത് നമ്മുടെ മൗസ് പോയിന്റ് വരുന്ന ആ സെലക്ഷൻ്റെ കൂടെ ആ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തേക്ക് ആ മൗസ് പോയിന്റ് ചെല്ലുന്ന ഭാഗം നമുക്ക് അവിടെ കിട്ടും. അതിപ്പോൾ ഈ ഒരു നല്ല പോർഷൻ ഇവിടെ ഈ ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കൊണ്ട് ക്ലിയർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിയർ ചെയ്ത് വെച്ചാൽ അവിടെ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇത് നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഫേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫേസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഇത് നമുക്കിവിടെ ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുവെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദെൻ ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതാണ് ഭാഗം നമുക്കവിടെ മിക്സിങ് ആക്കാൻ പറ്റുന്നത് ആ ഒരു ഭാഗം നമുക്കവിടെ സെലക്ട് ചെയ്യാൻ പറ്റും.
അടുത്ത ടൂൾ എന്ന് പറയുന്നത് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ എന്ന് പറയും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടന്റ് അവെയർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ എയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇതുപോലെ സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, ഇവിടെ ഓക്കെ കൊടുക്കുക. അല്ല, ഇതുപോലെ നമുക്ക് ആ ഒരു പോർഷൻ അതുപോലെ ക്ലിയർ ചെയ്ത് എടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഡിലീറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ അനുസരിച്ചിട്ടുള്ള പോർഷൻ ആയിരിക്കും നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്ത് കിട്ടുക. ഓക്കെ, ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഈ പോർഷനെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. വളരെ ശ്രദ്ധിക്കുക, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് എന്ന് പറയുന്നത് ജസ്റ്റ് ചെറുതായിട്ടുള്ള സ്പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ബ്രഷിൻ്റെ സൈസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് ബ്രഷിൻ്റെ സൈസ് ഇവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യുന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കളയാൻ പറ്റും. ആ ഹാർഡ്നെസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു പാട് പോലെ കിട്ടുന്നത്. നമുക്ക് ആ ഹാർഡ്നെസ് ഒക്കെ ഇച്ചിരി കുറച്ച് കുറയ്ക്കുക, ബ്രഷിൻ്റെ സൈസൊക്കെ ഇച്ചിരി കുറയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ കളഞ്ഞ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഹീലിംഗ് ബ്രഷ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ ഭാഗം നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ഇവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മൗസ് പോയിന്റ് കൊണ്ടില്ല, കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾട്ട് റിലീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ പോർഷൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്, ആ രണ്ട് ഭാഗം. ഓക്കെ, ഇതുപോലെ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് സൂം ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത്, അതായത് നല്ലൊരു ഭാഗം എവിടെയാണോ. അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ലൊരു ഏരിയ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ പാച്ച് ടൂൾ യൂസ് ചെയ്യാം. പാച്ച് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോർഷനെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇതുപോലെ കൊണ്ട് ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമുക്കിവിടെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടന്റ് അവെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം സെലക്ട് ചെയ്യുക, ദെൻ ഡിലീറ്റ് ചെയ്യുക. നമുക്കിവിടെ ആ ഒരു ഏരിയ സെലക്ഷൻ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഏരിയ ആണെങ്കിൽ ചെറിയൊരു ഏരിയ കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിൽ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് ഒക്കെ വെക്കുക. ഇതുപോലെ പാച്ച് ടൂൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു പോർഷൻ നമുക്ക് അവിടെ ആ ഭാഗത്തായിട്ട് കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ ഇതുപോലെ വലിച്ച് കൊണ്ട് ഇടാൻ പറ്റും. ഈ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഇതിനെ മാറ്റി എന്നിട്ടുണ്ടാവും. നമുക്ക് ഏതാണോ വേണ്ടാത്ത ഭാഗം ആ ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്യും. ഇതുപോലെ നമുക്ക് സെലക്ഷൻ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുക, ജസ്റ്റ് കണ്ടിന്യൂ. ഓക്കെ,
ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് ഇതുപോലെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്ത് ചെറിയ ഡോട്ട്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ക്ലാരിറ്റിയുള്ള എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പെൻ ടൂൾ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്തെടുക്കാം. ക്ലിയർ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുക. പെൻ ടൂൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ വെച്ചിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഇതുപോലെ ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. ക്ലിയർ ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പെൻ ടൂൾ എടുക്കുക. ഓക്കെ, നമുക്കിപ്പം ഈ ഒരു ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിനെ നമുക്ക് കോപ്പി ചെയ്ത് നമ്മൾ വേറൊരു പുതിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ എല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.